നമസ്കാരം. നിങ്ങളുടെ ശരീരത്തിലെ സന്ധികളിലൊക്കെ തന്നെ സന്ധിഗതവാദത്തിൻ്റെ പല ലക്ഷണങ്ങൾ, അസഹ്യമായിട്ടുള്ള വേദന, തരിപ്പ്, കാലുമടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കഫദോഷം കൂടിയിട്ടും ആമദോഷം അധികമായിട്ടും ഒക്കെ തന്നെ ശരീരത്തിൽ ആമവാദത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. നീർക്കെട്ടും വേദനയും അസഹ്യമായിട്ടുള്ള വേദന കാരണം ബുദ്ധിമുട്ടുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിന് നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള ചില ഔഷധം എന്ന് വേണം പറയാൻ. കാരണം ദിവസം എന്നുള്ളത് പോലെ അടുക്കളയിൽ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിലും വളരെ ഇത്തിരി കുഞ്ഞനായിട്ട് കടുക് മണിയോളം എന്നൊക്കെ പറഞ്ഞ് നിസാരമാക്കി കളയുന്ന കടുക് തന്നെയാണ് ഇന്നത്തെ താരം. ഇതിൻ്റെ വലിപ്പത്തിലല്ല കാര്യം, ഇതിൻ്റെ ഗുണത്തിൽ വളരെയേറെ കേമനാണ് കടുക് തന്നെ. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നതാണെങ്കിലും വാതരക്തത്തിൽ നമുക്ക് ഉപയോഗിക്കാനും പാടില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ഏതിനൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത തേജ്. ഇതിലെ കടുക് ഫൈറ്റോന്യൂട്രിയൻസും മിനറൽസുകൾ, വൈറ്റമിൻസ്, ആന്റി ഓക്സിഡൻസുകൾ എന്നിവയാൽ സമ്പുഷ്ടമായിട്ടുള്ളതാണ്. എണ്ണക്കുരുക്കളുടെ ഗണത്തിൽ ഏറ്റവും അധികം കാലറി പ്രദാനം ചെയ്യുന്നതും കടുക് തന്നെയാണ്. ഒരു 100 ഗ്രാം കടുകിൽ നിന്ന് 508 കാലറി ലഭിക്കും എന്ന് പറയുമ്പോൾ അതിശയം തോന്നുന്നില്ലേ? എന്നാൽ ഇത് സത്യമാണ്. ഇതിന് പുറമെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസറിഡേയും അളവൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന നിയാസിനും അടങ്ങിയിട്ടുണ്ട്. കാലുകളുടെയും കൈകളുടെയും ഒക്കെ തന്നെ മസിലുകൾക്ക് ഉണ്ടാവുന്ന വേദന ശമിപ്പിക്കാൻ ഈ കടുകെണ്ണ ഉപയോഗിക്കാറുണ്ട്. കടുക് തന്നെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്, കടുക് ഓയിലാക്കി ഉണ്ടാക്കി ഉപയോഗിക്കുന്ന രീതിയുണ്ട്. കടുകിൽ അടങ്ങിയിരിക്കുന്ന സെലീനിയം കണ്ടന്റ് ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ അല്ലെങ്കിൽ അത് പ്രതിരോധിക്കാൻ സഹായിക്കുന്നതോടെയാണ്. റുമാറ്റിക് ആർത്രൈറ്റിസ് ബാധിതർക്ക് മികച്ചൊരു വേദന സംഹാരി കൂടിയാണിത്. ഇതിൽ സെലീനിയം, മഗ്നീഷ്യം കണ്ടന്റുകൾ വേദനയ്ക്ക് ശമനം നൽകാൻ ഏറെ നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിൽ കുറച്ച് കടുക് കൂടെ ചേർത്ത് കഴിച്ചാൽ കടുത്ത മൈഗ്രെയിനും ഒക്കെ മാറ്റം കാണാറുണ്ട്. പിന്നെ ശ്വാസം മുട്ടുമായിട്ടുമുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ന്യൂട്രിയന്റുകൾ സാധാരണ പിടിപെടാൻ സാധ്യതയുള്ള പല രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹന പ്രക്രിയയെ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ പ്രവർത്തനങ്ങളെയൊക്കെ ത്വരിതപ്പെടുത്താനും മൊത്തം പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നുണ്ട്. കോപ്പർ, അയൺ, മഗ്നീഷ്യം, സെലീനിയം ഇത്തരം ഘടകങ്ങളൊക്കെ തന്നെ ആസ്മയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതുമാണ്. ഇനി കടുക് തന്നെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? അത് നമുക്ക് ശരീരത്തിൽ നല്ല വേദനയോ നീർക്കെട്ടോ ഒക്കെ കാണുന്ന ഭാഗങ്ങളിലാണെങ്കിൽ അതിൽ ആമവാദത്തിൻ്റെയോ സന്ധിവാദത്തിൻ്റെയോ കേസിലാണ് ഈ പറയുന്ന കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളൂ കടുക്. എന്നാൽ കടുക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞ രക്തവാദമാണ്, രക്തദുഷ്ടി ഉണ്ടാവുമ്പോൾ. ഇനി രക്തദുഷ്ടിയൊക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടറെ കാണാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും ചില വഴിയുണ്ട്. അതിന് നമുക്ക് ശരീരത്തിൽ നല്ല നീർക്കെട്ടും വേദനയും ഉണ്ടാവും, അവിടെ നല്ല ചുമപ്പുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, പുകച്ചിലും പനി പോലെയൊക്കെ തന്നെ വരാനുള്ളൊരു സാധ്യതയൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആ മാറ്റം കാണാൻ പറ്റും. ഇതൊക്കെ തന്നെ പിത്തദോഷം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. സാധാരണ നമ്മുടെ ഈ ഒരു കടുകിനെ തീക്ഷ്ണോക്ഷ്ണോ കഫവാതഗ്നേ രക്തപിത്താഗ്നി വർദ്ധന എന്നുള്ളത് പറയുന്നുണ്ട്. ഇത് വാതകഫ ദോഷങ്ങളെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതിന് കൂടെ തന്നെ പിത്തദോഷത്തെ ചെറുതായിട്ടൊന്ന് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ ഇത്തരം വേദനയൊക്കെയുള്ള ഭാഗത്ത് ചൊറിച്ചിലോ കാണാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പനി വരുന്ന ലക്ഷണങ്ങളൊക്കെ കാണാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കടുക് ഉപയോഗിക്കേണ്ടതില്ല. കാരണം അവിടെ ഉഷ്ണ സ്വഭാവം വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് തരിപ്പും മരവിപ്പും മുട്ടുമടക്കാനുള്ള ബുദ്ധിമുട്ട്, നല്ല നീരും വേദനയും ഒക്കെ അത് മാത്രമാണ് കാണുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കടുകെണ്ണ ഉണ്ടാക്കിയിട്ട് അത് മസാജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി കടുകെണ്ണ ഉണ്ടാക്കാൻ താമസം ഉണ്ടെങ്കിൽ കടുക് അല്പം ഒന്ന് കുതിർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അത് അത്തരം വേദനയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്താൽ മതി. മുൻപ് കാലത്തൊക്കെ തന്നെ മരുന്നുകളുടെ ലഭ്യതക്കുറവ് മൂലമൊക്കെ ഇതുപോലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നല്ലൊരു വേദന സംഹാരിയായിട്ട് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ അനാൾജസിക് ആയിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള ഒട്ടനേകം പ്രശ്നങ്ങൾക്ക് കടുക് ഉപയോഗിക്കും. എങ്ങനെയാണെന്നല്ലേ? ഒരു ഗ്ലാസ് മോര്, പച്ചമോരാണ്, പച്ചമോരിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം ചേർക്കാം, അതുപോലെ ഒന്ന് ചതച്ച് ചേർക്കാം. അതുപോലെ ഒരു 1/4 സ്പൂണ് കടുക് നന്നായിട്ട് ചതച്ച് ചേർക്കുക. 2 നുള്ള് കായപ്പൊടിയും അതുപോലെ അല്പം ഇന്ദുപ്പൂടെ ചേർത്തിട്ട് ഈ പച്ചമോര് തന്നെ ഈ മിക്സ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് തുടർച്ചയായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കഫക്കെട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിലും ചെറിയൊരളവിൽ ഒരു 5 തുള്ളിയൊക്കെ മതി. ആ ഭാഗങ്ങളിൽ ചെസ്റ്റിലൊക്കെ തന്നെ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമുക്ക് കഫം മുഴുവനായിട്ട് ഇളകി പോകണമെന്നുണ്ടെങ്കിൽ ആവി പിടിക്കുന്ന സമയത്ത് ഈ ഒരു 5 തുള്ളി അതിലേക്ക് ഒഴിച്ചിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഇത് മുടിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണെങ്കിലും തലയിൽ ഉപയോഗിക്കാൻ ഹിതമായിട്ടുള്ള ഒരു
കാര്യം ആചാര്യന്മാരെ ഒരു ഗ്രന്ഥങ്ങളിലും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതിൻ്റെ ആ ഒരു ഉഷ്ണ സ്വഭാവം കൊണ്ട് തന്നെ ആയിരിക്കാം അത് മുടിയിലേക്ക് ഉപയോഗിക്കാറില്ല. എന്നാൽ ചില സമയത്ത് ചുണങ്ങിനും അതുപോലുള്ള സ്കാൽപ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്കും ചെറിയ രീതിയിൽ പുരട്ടാനും ഇത് നിർദ്ദേശിക്കാറുണ്ട്. ഇനി കാലിലോ ഒക്കെ തന്നെ വളങ്കടി പോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്പം എണ്ണയൊന്ന് തടവി കൊടുത്താൽ ചെറിയൊരു മാറ്റവും കാണാറുണ്ട്. ഇതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്. ഇനി നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ കടുകെണ്ണ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഒരു കാലാവസ്ഥയിൽ, നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ കടുകെണ്ണ അത്ര തന്നെ അഭികാമ്യമായിട്ടുള്ളതല്ല. അതല്ലാത്ത തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഉള്ളിലേക്ക് എടുക്കുന്നത് നേരിട്ട് ചവച്ചരിച്ച് കഴിക്കാനൊക്കെ കടുക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിത് പലപ്പോഴും താളിപ്പിലൊക്കെയാണ് ചേർത്ത് ഉപയോഗിക്കാറുള്ളത്. ആ രീതിയിലായാലും കടുകിന് ദിവസം എന്നുള്ളതുപോലെ ഒരു 1/4 സ്പൂണോ 1/2 സ്പൂണെങ്കിലും ഉള്ളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട്. വിഷജന്തുക്കൾ കടിച്ചിട്ടുണ്ടാകുന്ന വിഷം, നീര്, വേദന അവയൊക്കെ കുറഞ്ഞു കിട്ടാൻ കടുക് അരച്ച് നമുക്ക് പുറമെ പുരട്ടാം. അതുപോലെ കഴുത്ത് വേദന, നടുവേദന, സന്ധിവാതം, മറ്റു വാതവ്യാധികളിലൊക്കെ കടുകെണ്ണ ബാഹ്യ ലേപമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കടുക് വറുത്ത് അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുടിച്ച് പിന്നെ വയറുവേദന, അതുപോലെ വയറു സ്തംഭനം ഇവയൊക്കെ മാറി കിട്ടാറുണ്ട്. അതുപോലെ വാതജന്യമായിട്ടുള്ള തലവേദനയ്ക്ക് നമുക്ക് കടുക് അരച്ച് നെറ്റിയിലിട്ടാൽ നല്ല കുറവ് കിട്ടും. ഇനി ഉള്ളംകാലിലും മൂക്കിൻ്റെ പാലത്തിലൊക്കെ കടുക് അരച്ച് പുരട്ടിയാൽ തലയ്ക്കുണ്ടാകുന്ന കനം അല്ലെ ഒരു ഭാരം തോന്നുന്നുണ്ടല്ലോ, അതൊക്കെ ക്ഷണനേരം കൊണ്ട് ശമിക്കും എന്നുള്ള അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നുണ്ട്. നല്ലൊരു വ്രണരോപണമാണ് കടുക്, അതുകൊണ്ട് തന്നെ അരച്ച് പുരട്ടുന്നതും നല്ലതാണ്. കടുരസവും തീക്ഷ്ണ ഗുണവും ഉഷ്ണവീര്യവും കടുവിഭാഗവും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വാതരോഗങ്ങൾ ശമിപ്പിക്കാനും വേദന കുറയ്ക്കാനും വിയർപ്പ് ഉണ്ടാക്കാനും പിത്തത്തെ കൂട്ടാനും ഒക്കെയാണ് ഇത് സഹായിക്കുന്നത്. പ്രകൃതിദത്ത സൗന്ദര്യവർദ്ധക എണ്ണ കൂടെ ആയതുകൊണ്ട് കടുകെണ്ണയിൽ അല്പം മറ്റുള്ള തണുപ്പ് നൽകുന്ന രീതിയിൽ വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതും നല്ല സ്കിന്നിനൊക്കെ നല്ല ഇലാസ്റ്റിസിറ്റി കിട്ടാനും നല്ല ഒരു യുവത്വം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. വൈറ്റമിൻ എ, ഇ, കാൽസ്യം, പ്രോട്ടീൻ, omega-3, omega-6 എന്നിവയൊക്കെ ഉള്ളതുകൊണ്ട് മുടിയുടെ അഴകിനും വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ചർമ്മത്തിന് നല്ല കാന്തി കിട്ടാനും മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റാനും സ്കിന്നിലേക്ക് ഒരുപാട് പിത്തദോഷം കൂടിയിട്ടുള്ളവരല്ലാത്ത സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കറ്റാർവാഴയിൽ പൾപ്പിൽ ഈ ഒരു എണ്ണ മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓസ്റ്റിയോപോറോസിസിൻ്റെ സാധ്യത കുറയ്ക്കാനും അതുപോലെ ആർത്തവ അതായത് മെനാപോസിന് ശേഷം ഉണ്ടാവുന്ന ഇത്തരം എല്ലുകളുടെയൊക്കെ തന്നെ ക്ഷയം സംഭവിക്കുന്നത് തടയാനും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിനും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ കടുക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. omega-3, omega-6 ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ, ട്രൈഗ്ലിസറൈഡിൻ്റെ അളവൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കടുകിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹോർമോൺ ബാലൻസ് ചെയ്യാനും അതുകൊണ്ട് ആർത്തവ സമയത്തെ വേദന കുറയ്ക്കാനും ശരീരത്തിൽ മൊത്തത്തിലുള്ള വേദന കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി പ്രമേഹത്തിലായാലും രക്തത്തിൽ ഉയർന്ന പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇതിലെ മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇൻസുലിൻ ഉൽപാദനം, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇവയൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ഇത് ഗുണം ചെയ്യുന്നുണ്ട്. ചർമ്മാരോഗ്യത്തിൽ കടുകിൽ ഉയർന്ന അളവിൽ സൾഫർ ഉള്ളതുകൊണ്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കും മാത്രമല്ല ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ, മുഖക്കുരു, ഫംഗസ് അണുബാധ ഇതൊക്കെ തടയാൻ ചർമ്മത്തിൽ സഹായിക്കുന്നുണ്ട്. ഇന്നിലൊക്കെ കാണുന്ന ചൊറിച്ചിലും ഉദരകൃമിയും ഒക്കെ നശിപ്പിക്കുന്നതും അനേക അവസ്ഥകൾക്ക് നമുക്കൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ദഹനക്കുറവ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ മോരിൽ ചേർത്ത് കഴിക്കാം. കടുക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ ദഹനശക്തി കൂടും. ഇനി കടുക് ചൂടുവെള്ളത്തിൽ അരച്ച് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ പുരട്ടുന്നത് ഛർദി ശമിപ്പിക്കാൻ ചെയ്യാറുണ്ട്. വാതരോഗങ്ങളിലാണ് കടുകെണ്ണ പുറമെ പുരട്ടുന്നതും ഉള്ളിലേക്കൊക്കെ ചെറിയ അളവിൽ എടുക്കുന്നതൊക്കെ ഏറെ നല്ലതാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന കഫക്കെട്ടും കറുകുറുപ്പും ഒക്കെ മാറ്റാൻ കടുകെണ്ണ അല്പം ഉപ്പുപൊടി ചേർത്ത് ചൂടാക്കി ചെറു ചൂടോടെ ചെസ്റ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി അല്പം കർപ്പൂരം കൂടെ ഈ എണ്ണയിൽ ചേർത്ത് ചൂടാക്കി ആറിയ ശേഷം ലേപ്പമായിട്ടൊക്കെ ചെയ്ത പിടലി വേദനയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റം കാണാറുണ്ട്. അതുപോലെ വെൺകടുക്, വയമ്പ്, പാച്ചോറ്റി തൊലി, ഇന്ദുപ്പ് അരച്ച് തേച്ചാൽ മുഖത്തുണ്ടാകുന്ന ഈ നിറഭേദമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇനി
ഒരു 100 ഗ്രാം കടുക് വറുത്ത് പൊടിച്ച് വേണ്ടത്ര പുളി പിഴിഞ്ഞ് ചേർത്ത് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ജീരകവും ഉലുവയും നെയ്യിൽ വറുത്ത് ചേർത്താൽ നല്ലൊരു കടുക് ചട്നിയായി. ഇത് കടുക് പൊടി ഏറ്റവും ശക്തവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ആണ് എന്നുള്ളത് കൂടെ അറിയണം. അതിൽ സൾഫറിന്റെ സാന്നിധ്യം കടുകിന് ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ഉള്ളത് കൊണ്ട് തന്നെ ചർമ്മ രോഗങ്ങളെയൊക്കെ തടയും. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല വേദനയും നീർക്കെട്ടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കടുകെണ്ണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1-2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ട് ആ നീരുള്ള ഭാഗങ്ങളിൽ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് ഏറെ റിസൾട്ട് കിട്ടാൻ നല്ലതാണ്. അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഇന്ദുപ്പ് ചേർത്താലും മതി. ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർത്തിട്ട് ഇത്തരം എണ്ണ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ കടുക് തന്നെ കടുകെണ്ണ രൂപത്തിലും അല്ലെങ്കിൽ കടുകിൻ്റെ രൂപത്തിലും ഒക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇത്തരം വേദനയും നീർക്കെട്ടും മാറ്റാനും ശരീരത്തിലെ മറ്റു പ്രവർത്തനങ്ങൾക്കും സഹായിക്കും എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലായില്ലേ? കണ്ടു കഴിഞ്ഞാലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.